Hello, Makalai. Welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my best friend Busha. Hi friends. Part 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா description link share பண்ணுங்க, போய் பாருங்க. இப்போ மூவிக்குள்ள போயிடலாம். ഇങ്ങോട്ട് വാടാ. മിനിറ്റേ വരാറ്. അയ്യടാ, ഈ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? എടാ ഊതടാ. നല്ല സുന്ദരടാ കേട്ടോ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. സാറേ ഈ സോമൻ പള്ളിയിൽ പോയി പിന്നെ അലിമുണ്ടാക്കി സാറേ. അവൻ വലിച്ച് കിളി പറന്ന് നിൽക്കുക സാറേ. இன்னொரு മ്യൂസിക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ ആ വഴി പോരുതെന്ന്. സാറേ ഇച്ചിരി പഠിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോ ഒറ്റയ്ക്കിരിക്കുന്ന കർത്താവിനെ കൂട്ടിരിക്കാൻ അതാണല്ലോ മതേതരവാദിയായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത്. കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാംസ പറയുന്നോടാ പന്ന കൊരങ്ങന്റെ മോന്. സാറേ അങ്ങനെ മീമാംസ കഴിഞ്ഞു പിന്നോട്ടിട്ട് ഏത് വേണം? പിന്നെ ബാക്കി ഞാൻ എന്നാത്തിനാ മുള്ളുന്നത്? സാറ് മുള്ളു. ആ സാറിന്റെ കാരണം എന്നാലും പോരിക്കോ. നോക്കട്ടെ, എന്താണ് നോക്കിക്കാളാ വണ്ടി എടുത്തോണ്ട് പോടാ. പെട്ടെന്ന് പോടാ. അവസരപ്പെട്ട് ആട്ടുക്കെല്ലാം സമയം. സാറേ ഒരു പെങ്കൊച്ചിന് കരച്ചിലല്ലേ കേട്ടെ? അതല്ലോ എന്നും വാ സാറേ. ചൂട് പോലെ നിന്നോണം. എന്താണ് സമീര ഒരു ചേസിന് പോകുമ്പോഴെങ്കിലും നല്ല ടയർ വാങ്ങിട്ടൂടെ? നിങ്ങളുടെ ഈ ഉത്തരവാദിത്വ കുറവാണ്. കവലയിലേക്ക് വിളിക്കും സമീരെ. யாரு போலீஸ் എന്നെ കടിയത് കടിക്കുന്നത് നല്ല കടിയാ. അതാ സീറ്റിന്റെ അടിയിൽ ഇരിക്കട്ടെ. നീ എന്തിനാ പിന്നെ കടിക്കാൻ പോകുന്നു? തല്ല് കൊള്ളാണ്ട് പോകുന്നത് ഭാഗ്യം. എടാ കറുവായാ നോക്കി. ആ ക്ലീൻ ആ ഇതേ മുറുക്കാനങ്ങ് ചവയ്ക്കാൻ ഷാജി. ആ കാട്ടത്തിന്റെ ചൊവ്വയ്ക്കങ്ങ് പോകും. ഈ ആട്ടുംകാട്ട നിന്റെ ആര് തിന്നാറുണ്ടെന്നാ പറഞ്ഞു? നല്ലതാ. ചോറിന്റെ കൂടെ ഇരിക്കും. ചോറിന്റെ കൂടെ സാപ്പാട് വെച്ച് സാപ്പിടും. അന്നാടെ വിളിക്കുന്ന പിങ്കി ലോലന്റെ കൈ കടിച്ചപ്പോ എനിക്ക് കൃഷ്ണന്റെ പെട്ടപ്പോൾ അവന്റെ കൈ കടിച്ച ഓർമ്മ വന്നത്. ശവത്തെ കുത്താതെ ശവമേ. അതായത് അളിയന് പുല്ലുവെട്ടുകാരിയായിട്ട് അവിഹിതമുള്ള കാര്യം ഒരു ദൃക്സാക്ഷി കേട്ടു. ഇച്ചിരി കാശ് കൊടുത്തൊക്കെ പറയായിരുന്നു. അതെങ്ങനെയാണ്? അവന്റെ ഭാര്യ തന്നെ ആയിരുന്നില്ല ദൃക്സാക്ഷി. അന്നവള് കൊച്ചിനടുത്ത് കൈക്കൊരു കടിയും കടിച്ച ഒറ്റ പോക്കുപോയതാണ്. പോയ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ ചെന്ന് വിവാഹത്തിന് കേസാണ് കൊടുത്തിട്ടാ അവളവളെ സ്വന്തം വീട്ടിലേക്ക് വരെ പോരും. എത്ര വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കണില്ല. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ഞാൻ വിളിച്ചെടുക്കണില്ല, പിന്നെ നീ വിളിച്ചെടുക്കും. നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. മ്യൂസിക് വേറെ. എന്നാ പരിപാടി? എന്താണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത? എന്താ ഷാജേട്ടൻ? കപിൽ ദേവ് ചാടേന്നോട് സത്യം ഹർത്താലല്ലോ. ഇതെന്താ സംഭവം? കടിக்கிறாங்க தெரியலையே. ഈ ഡോർ ഒന്ന് തുറക്കും. ഡെലിവറിട്ടാണ് എനിക്ക്. ഇപ്പൊ ഇവര് അവര് സൈറനായിട്ടാര് വേസ്റ്റ്. ഓ സമ്പത്തെ இப்பதான் ரிலீஸ் பண்றானா? സമീരെ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ. 1 2 3 4 പെരുന്നാളാടാ. സർബത്ത് പെരുന്നാൾ തിരുവിഴാ പെരുന്നാളിനാങ്ക. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ മൂവ്. എന്നാ പോവാ? എവിടെടാ വണ്ടിയിലുണ്ടായിരുന്ന പെൺപൂവ്? അത് ഈ ആടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് പെലകാലെ വെള്ളം. നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്നതാണോടാ? അതല്ല സാറിന്റെ മുമ്പിൽ പെട്ടത് അബദ്ധമായി എന്ന് പറയുമായിരുന്നു. അങ്ങനെ കേസും വക്കാണൊന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലാ? ഉള്ള നരനാരങ്ങ മതിയായിരുന്നു. പോലീസ് സ്റ്റേഷനകത്തൊരു സർബത്തേടാ പറഞ്ഞാലോ?
സാറേ ഒരു നാരങ്ങ ഫുള്ള് വീഴുന്നു. അടാ, ഒരു നാരങ്ങ ഫുൾ ഉടയും. ഉപ്പും സോഡയൊക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരും. ഈ തലമുറ പറഞ്ഞിട്ട് കാര്യമില്ല. മാ തുജെ സലാം. അഴിമതി വിരുദ്ധനും അഹിംസാവാദിയുമായ ഈ മഹാത്മാവിനെ അറിയോടാ? നിനക്കൊക്കെ ഓപ്ഷൻസ് വേണമായിരിക്കും അല്ലേ? ഇൻ ഹരിഹർ നെഹ്റു. നെഞ്ചത്ത് പൂവില്ല ഗാന്ധി. എടാ, ഈ സമീർ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഒരു പട്ടി പോലും വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഒരു പട്ടി പോലും. என்ன என்ட்ரி யாரா இவங்க? யாரு? அவரா ஒரு வைஃப் திரும்பிட்டாங்க நினைச்சேன். மேனகா காந்தன் அனிமல் லவர். பட்டி சாரு ആടെ പദ്ധതി കുറിക്കുന്നത്. സംഗതി ഞാൻ അറിഞ്ഞു. ഒരു മിണ്ടാപ്രാണി ആർക്കും എന്ത് ചെയ്യാന്നാണോ? ഇവന്മാരെയൊക്കെ കണ്ടാലേ അറിയാം പ്രകൃതി വിരുദ്ധത്തിന്റെ ആൾക്കാരാണെന്ന്. ഈ ആടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോടോ? കണ്ടോ? ആനിമൽ മോളസ്റ്റേഴ്സ്, റേപ്പിസ്റ്റ്, അൽസൂയോൾ. ഈ മേനകയും എന്റെ സംഘടനയും ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ ഒരു മൃഗവും പീഡനത്തിനിരയാവില്ല. ഫോട്ടോ എടുപ്പും മറ്റും വെറ്റിനറി സർജന്റെ മുന്നിൽ ഇനി ഇവന്മാര് വെളിച്ചം കാണില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നിർവാരം കവലയിലെ എന്റെ സംഘടനാ മെമ്പർ മുഹമ്മദ് പിടിച്ച ചിലപ്പോ ശരിക്കും പിടിപ്പിച്ചാന്ന് വിചാരിക്കോട്ടെ. പറഞ്ഞില്ലെന്നുണ്ടോ? എടുത്തതുകൊണ്ട് പീഡകന്മാർക്ക് രക്ഷപ്പെടാൻ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മേനകെ, താൻ വിചാരിച്ച പോലെ അൺനാച്ചുറൽ ആയിട്ട് ഒന്നുമില്ല. കാലിനൊരു ചെറിയ ഒഴുക്ക്, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ കമ്മിങ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ മതി. മാഡം. മിസ്റ്റർ ഷമീർ, നാളെ അതായത് മൺഡേ രാവിലെ ഇവരോട് കോർട്ടിൽ ഹാജരാവാൻ പറയണം. പറഞ്ഞിരിക്കും മാഡം, കൊണ്ടുവന്നിരിക്കും മാഡം. എന്താടോ? നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറയും. മര്യാദക്ക് വന്നില്ലെങ്കിൽ ഗൈസ് വിൽ നോ ഹു ഐ ആം. കേട്ടല്ലോ, നാളെ രാവിലെ 10 മണി ഇടുക്കി സ്പെഷ്യൽ ട്രിബ്യൂൺ. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കാര്യം പോക്കാം. വീട്ടിൽ വന്ന് ഞാൻ സർബത്ത് വിഴും. പിന്നെ ആ പോയ മുതൽ ചില്ലറക്കാരിയല്ല, SP ഉമാകാന്തിന്റെ പെങ്ങളാ. നാളെ വന്നില്ലെങ്കിൽ പറിക്കാൻ നിനക്ക് അടക്ക ഉണ്ടാവൂല. മനസ്സിലാവണം? யாரோ SP ஒரு தங்கச்சி. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നു. ഷാജേട്ടാ, ടെസ്റ്റ് കഴിഞ്ഞില്ലേ? നമുക്ക് പിങ്കിനെ കൊണ്ട് പോവാം. ஆரம்பிச்சிருக்கேன். போலீஸ் ஸ்டேஷன் போய் நின்னாச்சு. இப்ப இவங்களோட மோட்டிவ் தான் என்ன அப்படின்றதே தெரியாம போலീസ് കൊണ്ടായി. പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നു നോക്കിയാ. ഉറങ്ങുവാ, ഒറ്റ ചവിട്ടി കൊടുക്കാനാ തോന്നുന്നത്. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നു. ഇതിലും വലുതല്ലാണ് വരാനുള്ളത്. സുനാമിയോ? ആരാടാ പാവാടെ കൊടുത്ത്? മറ്റേ ആ ജാനിയാമർജിയുടെ കെട്ടിയാണോ? എന്താണ് പന്നി പാപ്പന്റെ വേണ്ടിക്ക് ഓട്ടം വെച്ചേക്കണ്? ചെന്ന് ചോദിക്കേട്ടാ. ചോദിക്കും. ആ വേണ്ടടാ, പോയി പൊട്ടിക്ക ഷാജിയേട്ടാ. தேவையில்ல. நோ 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 நோ, ஏதோ டேஞ்சர் இருக்கு, போகாதீங்க. நல்லா இருக்குமா? ഷാജി പാപ്പന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ. എന്നാ നിന്റെ ഉദ്ദേശം? வகவகல ஒரு மார்க்கமா வராங்க. நீ கெஸ் பண்ணியா? ഇന്ത്യൻ മട്ടൻ, green tosa. ചേട്ടാ, ചായ വേണോ? ഓ ആയിക്കോട്ടെ. അവരൊക്കെ പോയി വാ. ഷാജിയേട്ടനെ വിളിച്ചോണ്ട് പോ. ഷാജിയേട്ടാ, ഷാജിയേട്ടാ, ആകെ മീശക്കൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ചായ വേണം? ഇവിടെ ഓരോ ചായ. ഓ 2 நாளைக்கு முன்னாடி என்ன நடந்துச்சு? നേരാ സഖാവേ, പലരും പറഞ്ഞു. അവനത് പറഞ്ഞപ്പോ ഈ ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ചൂട്ടും തൊപ്പയും നടക്കുന്ന ആ തൂപ്പ് പാർട്ടി ഉണ്ടാക്കാൻ പോകണത്രേ. നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം വിവരമില്ലാത്തവർ കൈയാളുന്നതിന്റെ കുഴപ്പമാണ് മലയോര മേഖലയിൽ കാണുന്നത് പോലും. ஏதோ சீரியஸ் ஒரு யாரு காப்ஸ் கேங்க்ல இருக்கு.
ஃபுல்லா ரிபல் கேங். ஓ பவர்ஃபுல் பா, நல்லா இருக்கு. எல்லாம் ரெட் பாரு. ஓ இந்திரன்ஸ், யார் அது இந்திரன்ஸ் பாரு, ஹோம்ல வந்த அப்பா. ஆமா சலாம், இது ரிபல் கேங்கல நினைக்கிறேன், தெரியல. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. ഇവരോട് വോയിസ് தான் ആരംഭത്തിൽ வந்துச்சு. ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ஆமா ആശാനെ അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈവെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റോടാ? ഹക്കീമേ, ഹക്കീമേ. ഓർക്കണം, നിന്നെ പോലുള്ള പരൽ മീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്. വൻ മീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും നോക്കിക്കോ. എന്നാലും ആശാനെ ഈ കാര്യത്തിൽ വേറെ തീർപ്പില്ല, തീരുമാനവുമില്ല. ചില കാര്യങ്ങൾക്ക് ചോര വീഴുന്നത് മാത്രമാണ് പരിഹാരം. சலாம். அவ்வளோ எடுத்துட்டு போயிட்டாங்க தானே. ஓ இந்த ஜீப் அது இல்லை. இவங்க பாலிடிக்ஸ்ல பெரிய ஆளுன்னு நினைக்கிறேன். இவர் என்ன போராடுறாரா தெரியலையா? ഹക്കീമേ, അവന്റെ വലത് കൈ തന്നെ ഏറ്റാശാനെ. അവന് 2 വലത് കൈ ഉണ്ടായിരുന്നെങ്കിൽ 2ഉം ഞാനിങ്ങെടുത്ത്. ആശാനെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇത് നീ കോളേജിൽ പഠിച്ച രാഷ്ട്രീയമല്ല. அதா வேற ஒரு கேங் கிட்னாப் பண்ணிட்டாங்க. ആ മലയോര കോൺഗ്രസ്സുകാരാണല്ലോ അവൻ എടുത്തോണ്ട് പോയത്. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാ. ഹലോ, നീ ആയിരുന്നു? ഞാൻ വിചാരിച്ച പോലീസ് ആയിരിക്കുമെന്ന്. പേടിച്ചു പോയില്ലേ കള്ള ടാക്സി പിടിക്കാൻ? ഓ ഇല്ലടാ, അത് പോയി. ഓട്ടോ ആദ്യം നെടുമ്പാശ്ശേരിക്കായിരുന്നേ, നമ്മുടെ പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റില്ലേ, അവിടെ താമസിക്കാൻ പുതിയ പാർട്ടി വരുന്നു. കാലത്ത് വിളിച്ച് പറഞ്ഞേക്ക് എയർപോർട്ടിൽ വരണ്ട, മലമണ്ടേ വന്നാ മതി. ചിലപ്പോ മലയിലോട്ട് എടുത്ത് ആടിയായിരിക്കും വിമാനത്തിൽ നിന്ന്. എടാ വൈകിട്ട് വിളിക്കണേ, പുതിയ പാർട്ടികളാ, അവര് ഊറ്റി എടുത്തിട്ടേ ഞാൻ വരും. അപ്പൊ ശരി. ஸ்டார்டிங் விநாயகர் வந்தாரா அவரை காணணும். ഇതെന്തിനാ ഇവിടെ വരാൻ പറഞ്ഞത്? மாலையில இருந்து ஊட்டி விடதான். ஏய் பிங்க் கலர் அம்பாசிடர் കാണുമ്പോഴേ അറിയാം. ஏய் இவன் டெம்பர். ஓ நூரைஸ். இவன் குரூப் தானா? நைஸ். யார் அவனுங்க பைத்தியக்காரங்க? அங்கதானே இருக்கா, அவனதான் சொல்லணும். അത് തന്നെ നല്ല ഗുമ്മു സ്ഥലം. അയ്യോ കർത്താവേ, நல்ல கும்பு செலவு. എന്നെ ഇന്ന് കൊന്നു. യു ദ ഡ്രൈവർ? അതേ കൊച്ചു മുതലാളി. കൊച്ചി മുതലാളിയാ? ചെമ്മീൻ ഇറങ്ങിട്ട് 50 രൂപ പാട്ടി. Call me dude. എന്താ തന്റെ പേര്? എന്റെ പേര് പൈലിയ വട്ടക്കു. Too bad. മാറ്റാ ഇന്ന് മുതൽ ഡ്രാഗൺ പൈലി മതി. How's that boys? Yeah. Key. ബോയ്സ്, നിങ്ങൾ എസ്റ്റേറ്റിലോട്ട് പോയിക്കോളൂ. മിസ്റ്റർ ഡ്രാഗൺ, യു ഫോളോ മീ. മിസ്റ്റർ ഡ്രാഗൺ. ഓ വരുന്നില്ല, കാണാ. ഹൈറേഞ്ചിൽ ഇനിയും വിപ്ലവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ശ്രീ പി ശശിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സഖാവ് ശശിയാശാൻ. ബ്ലഡി പബ്ലിക്. മിസ്റ്റർ ഡ്രാഗൺ, യു ടേക്ക് ദ വണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ മലഞ്ചെരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. സൂക്ഷിച്ച് ക്യാമറ. ആശാൻ വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്? തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഒരുത്തനെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ കൊടുത്തു. ഇന്നലെ ഒരുത്തനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് ആറ്റിലെറിഞ്ഞു. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാ. ஏன் நேத்து ஒருத்தர் கிட்னாப்? ஆமா സത്യത്തിന്റെ ഡൂഡിന് എന്നാ പരിപാടി? ഐ ആം ഫ്രം അണ്ടർവേൾഡ്. മിസ്റ്റർ ഡ്രാഗൺ, എനിക്കൊരു സ്റ്റൈലുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ആ നാട്ടിലെ ലോക്കൽ അധോലോകങ്ങൾക്കായി അവിടുത്തെ മുന്തിയ ഇനം ലോക്കൽ ഡ്രഗ് വെച്ച് ഞാനൊരു പാർട്ടി നടത്തണം. നല്ലതല്ലേ? ഡോളേഴ്സ് എനിക്കൊരു പ്രശ്നമല്ല. ഏതാണ് ഇവിടുത്തെ ലോക്കൽ ഡ്രഗ് മിസ്റ്റർ ഡ്രാഗൺ? ഗോൾഡ്, ഇടുക്കി ഗോൾഡ്. ഇങ്ങനെയും ചിലര് പറയും.
ഒരു മാറ്റവും ഇല്ലല്ലോ. സാധനം ഗുമ്മല്ലേ എവിടെ ഈ ഗോൾഡ്? അത് പിന്നെ അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. ഗുഡ്. പാർട്ടി ഹൈറേഞ്ച് ജില്ലാ സെക്രട്ടറി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ. ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഉച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്ന് നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. ആരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട്, ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. ആശാനെ ഇന്നലെ ഒരുത്തനെ നാശം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം കിടക്കണ ഈ ജില്ലയിൽ തന്നെ കറണ്ടിന്റെ അവസ്ഥ ഇതാണേല് ബാക്കി ജില്ലകളിൽ ആരും എന്തായിരിക്കും അല്ലേ ആശാന്? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. ഓ ഇല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയാ. സീറ്റിൽ തൂക്കിപ്പങ്ക. ആഴ്ച കൂടി ആള് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പം ചൂടാവുമല്ലോ. ലാൽ സലാം സഖാവേ. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല ഞാൻ. പാർട്ടി പ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. വാ വിസാരണ കൂട്ടിട്ട് പോവാങ്ക പോங்க. അയ്യോ ആശാനെ, ദേ പോലീസും പിന്നെ കുറെ പത്രക്കാരും. നീ എന്നെ ഈ ആശാനെ വരട്ടടാ, പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. இன்னும் ஒரு தைரியம் தெரியாத கத்துக்கு இவரா போய் மாத்த போறாங்க. ആറ്റം ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. ഇതിലെത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? സർക്കാർ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചു. പരമാവധി വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും. സർവത്തെ പോയാലാ ഈസി. ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്കിട്ട് ആശാനെ. അതാ പോലീസ് എനിക്ക് പുല്ലാടാ. ഇത് പാമ്പുള്ള പറ. അപ്രതീക്ഷിതമായ അയാൾ ഓടിക്കളഞ്ഞു. പക്ഷേ സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല, അണച്ചുപോയി അല്ലേ സാറേ? സോമന്റെ കയ്യിൽ നല്ല മുന്തിയ സാധനം കിട്ടിയ ഡ്രാഗൺ പൈല് ഇല്ലേ, ഡെഡ് ബോഡി പൈൽ. ഉണ്ടാകാനുള്ള വീതി എന്റെ നെഞ്ചിനില്ലേ? നടക്ക സ്റ്റൈൽ நல்லா இருக்குல்ல. ഡ്യൂഡ് അഞ്ഞും പോയാൻ സോമ എന്നടാ വൈലി ഇങ്ങോട്ട് വേടാ. അല്ല ഇവരുതാ ഹൈയാ இருந்தார்ல പോലീസ് ചൂട്. പിന്നെ ഹോങ്കോങ് ബാങ്കോക്ക്. ആ അവിടുന്ന് വന്ന സാധനം കൂടെ പല പ്രശ്നവും ഒരു പ്രശ്നം ഒരു വള്ളിക്കെട്ടുമായിട്ട് ഇങ്ങനെ എളുപ്പം നെഞ്ചത്തെ തള വീഴും. ഞാൻ എന്തോ കാണിക്കുന്നത് തന്റെ നല്ലതാണോ? ഹൈ ക്ലാസ് എന്നെ കൊല്ലിക്കരുത്. ഫസ്റ്റ് ക്ലാസ് കൊളംബിയൻ അൺകട്ട് ടേസ്റ്റ് ചെയ്യുന്ന അതേ ഫീൽ. അയ്യോ ഡ്രാഗൺ കൊള്ളാം. കൊള്ളാം. ഇത് മതി മതി. മിസ്റ്റർ സോ. മിസ്സസ് ഇതേത് ഗാന്ധി ഡോളർ സാത്താൻ സേവ്. അറിയില്ലേ? അറിയില്ല. അറിയാത്ത കാര്യം അങ്ങനെ അറിയുമെന്ന് പറയുന്നത്. ഇപ്പോഴോ? അത് പിന്നെ ശരിക്കും പേരെ ആന്റോണിയോ സേവിയെന്നോ എന്തോ പണ്ടാരവാ. നമ്മുടെ മൗണ്ട് ഒലിവ് സാഹിബില്ലേ, അഞ്ഞാറ് കൊച്ചുപോനാ. പക്ഷെ ആള് മേഡ് ഇൻ ഇന്ത്യ. സാത്താൻ സേവിയറിനാ നാട്ടുകാർ വിളിക്കുന്നത്. കൊടും ഭീകരനാ. തെങ്ങുകല്ല് തൊട്ട് രത്നക്കല്ല് വരെ കച്ചവടം ചെയ്യും. എല്ലാം ഒറിജിനലാ. പക്ഷെ കയ്യിലിരിപ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെ. ഞാനൊരു സാധനം തപ്പി ഈ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കാൻ. അറിഞ്ഞിടത്തോളം സാധനം അവന്റെ കയ്യിലുണ്ട്. കാശ് എനിക്കൊരു പ്രശ്നമല്ല. മൈ ബോസ് ഹാസ് ഗോട്ട് മില്യൺസ്. പക്ഷെ സാധനം എനിക്ക് കിട്ടണം. എന്നാ സാധനം? അതിന്റെ പേര് അയ്യോ അതിന്റെ പേരെന്തെന്നാ പറഞ്ഞ? നീലക്കൊടുവേലി. மருதா സത്താൻ സേവിയർ. இப்போ சாத்தான் சேவியரோட இன்ட்ரோ. தலையே சுத்துது எனக்கு. ஆமா ஆனா நல்லா இருக்கு ஒவ்வொருத்தங்களோட வைப்பு நல்லா இருக்கு. சாத்தான் சேவியர் என்ன பாட்டி. அப்பா ஏய் இவரை பார்த்துருக்கான ஒரு பேரெல்லாம் தெரியல. ഇതാണോ പന്നി ഗജരാജമുത്ത്? കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ നിന്ന് ചോദിച്ചാറേ ഈ സാത്താനെ. അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് ഇറങ്ങി പൊക്കോണം ഈ സാത്താന്റെ ഹൈ റേഞ്ചിൽ. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. നീ പാർട്ടി ഷർട്ട് മാറ്റി സിവിൽ ഡ്രസ്സിൽ ഇരുന്ന് വലിച്ചോണ്ടിരുന്നു. ഞാൻ കോടികളുടെ ഡീൽ നടത്താൻ പോവാ. കൊടുവേലി ഡീല്. നാളെ മുതൽ ഞാനേ കഞ്ചാവ് സോമനല്ല, കോടി സോമൻ. കോടി കൊടുവേലി. இவரே ஏதோ பிளான் பண்ணிட்டாரா சாத்தான்? സംഗതി കാരണന്മാർക്കുള്ളാണെങ്കിലും കാശും നമ്മുടെ അല്ലേ? ഓ അതെ സാറേ, സാധനം
புரிஞ்சுதா? അതൊന്നും எப்பயுமே சரக்கு ஊத்திட்டு எடுத்து பண்ணுவாங்க. ஆனா தண்ணி ஊத்தி தொலைச்சிட்டு அதுக்கப்புறம் விட்டு சரக்கு ஊத்துறாங்க. ഞാൻ മറുനാട് വാക്ക് പറഞ്ഞു പോയി. ഡോളറും വാങ്ങി ഇനി വാക്ക് മാറ്റി പറഞ്ഞ അവരുടെ അണ്ടർവേൾഡ് വരെ കീറും. നീ ആ നിക്കണ പിള്ളേരെ കണ്ടോ? കൊച്ചിയിലെ സിനിമാ പയ്യന്മാരാ ടൺ കണക്കിന് ഐറ്റം വാങ്ങുന്നത്. സേവരേട്ടാ, ഞങ്ങൾക്കുള്ള സാധനം എന്താ? ഡയറക്ടർ സാറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കൊറിയൻ ഡിവിഡിയും കിട്ടില്ല സിനിമ വരില്ലേ? കേട്ടല്ലോ. എന്റെ 50 വർഷത്തേക്കുള്ള ഡീലുകളാ. സേവരേട്ടാ, ചേട്ടമ്മ ഡൂടി പോലും ഇല്ലാതെ കുളിച്ചാലും അമ്മനെ വീട്ടിൽ തോന്നുമ്പോ അതൊക്കെ പറടാ. പിള്ളേര് കേട്ട് കഴിഞ്ഞാൽ അതും സിനിമയാക്കും. നാട്ടുകാര് മുഴുവൻ പറയുന്നതേ ചേട്ടന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം നീലക്കൊടുവിൽ കൊണ്ട് കൂടോത്ര ചെയ്തോണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല. തരരുതോ സാറേ? ഇവിടെ അല്ല, അവിടെ. ഈ ഹൈ റേഞ്ച് മുതൽ ഉഗാണ്ട വരെയുള്ള സകലതും ഈ സേവിയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അല്ലാതെ വല്യപ്പം മണ്ട് വെട്ടിയിലിട്ട് വെച്ചൊരു നീലക്കൊടയിലും സഹായിച്ചിട്ടല്ല. നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ? മലയാളം പോലും അറിയാത്ത കുട്ടിക്കാലത്താണ് ഞാൻ ഇതിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. ഫ്രം മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇതെന്താന്നറിയാം? നീലക്കുറുവിൽ ഇത് വളരെ അമൂല്യവും നിഗൂഢവുമായ തല തിരിഞ്ഞുപോയി. You know what? This is precious and mysterious object. This was given to me by a sage years back. You know what? This blossoms once in 1,000 years in the caves of great Himalayas. And the legend says അന്ന് അപ്പൂപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ലാത്തോണ്ടാ ഈ ലോക്കൽ സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതെന്തായാലും നന്നായി. തുറക്കരുത്. പുതിയ ഉടമ അത് ഉമിനീർ ചേർത്ത് സ്വന്തമാക്കണം. തുപ്പല് നേരെ അയാൾക്ക് കൊടുത്തേര്. ഈ സേവിയറിനൊരു നീലക്കൊടുവേലിയും വേണ്ട. നാട്ടുകാര് തെണ്ടികളോട് പറഞ്ഞേക്ക് ഈ സേവിയറിനൊരു ദുർമന്ത്രവാദം ഇല്ലാന്ന്. കേട്ടോ, അത് ഞാൻ ഏറ്റു സാർ. എന്റെ കമ്മീഷൻ മാറ്റി വെച്ചേക്കണേ, ഞാൻ നാളെ വരാം. $. സർബത്ത് പത്രമാണോ? அந்த கூட ஒருத்தர் இன்னொருத்தர் இருந்தாரு. ഹലോ ഡൂഡ് സാറേ, നമ്മുടെ കൊടുവേലിയാറുണ്ട് കിട്ടാപ്പ് ചെയ്തോണ്ട് സാറേ. ഒരു വാനില്ലേ അരിപ്പറ വഴിയാ പോയേക്കുന്നത്. ഇവിടുന്ന് 5:30 വരെ ഒറ്റ റോഡാ. നമുക്ക് അവിടെ വെച്ച് കൂട്ടാം. തൊപ്പി വെച്ചൊരു തണ്ടി വണ്ടിയുടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. அப்படியே வந்து தப்பான குரூப்பை தூக்கிட்டு போயிருக்காங்க. നോ പ്രോബ്ലം, ഐ വിൽ ഹാൻഡിൽ. ശരി ഡൂഡ്. அப்படியே போயிருச்சு. നൈസ് പാനാ. എന്റെ കർത്താവ്, ഇതിനൊന്നും അറുതില്ലയോ? ഇവ വേറെ ഒരുത്തി. ഇപ്പൊ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അടി കിട്ടി പോന്ന് ആശ്വസിപ്പിക്കാന്ന് വെച്ചു. അയ്യോ, അതല്ല, ഇവളിപ്പോ എന്നാത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന്? Mr. Papan, എന്നാ ചേട്ടത്തിയെ? you know what? I had second thoughts. അതെന്നാ അത്? മൺഡേ കോർട്ടിൽ ഞാൻ കൊണ്ടുവന്ന ആടിനെ. Where is the goat? എടാ, നീ ഇവരുടെ കോട്ട് എടുത്തായിരുന്നോടാ? ഞാൻ എടുത്തില്ല. ഇവരെടുത്തില്ലായിരുന്നു കേട്ടോ. Come on. തമാശ കളിക്കരുത്. I don't have much time. ആടവിടെ? ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പാർപ്പിച്ചേക്കുവാ. I don't trust you guys. Where is she? ആടവിടെ പാപ്പാനെ? അപ്പൊ നിന്റെ അമ്മയുടെ നേരെ വീട്ടടി പറഞ്ഞാൽ മനസ്സിലാകില്ല. What? ഈ സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് തെറി വിളിക്കാൻ മാത്രം ആയോടാ നീ? You male chauvinist. You പ്രകൃതി വിരുദ്ധൻ. I will shoot you. ഒറ്റെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നി. തിങ്കളാഴ്ച ഒരു പീഡന കേസോട് നേരിടാൻ തയ്യാറായിക്കോ. I won't spare any of your time. നീ എന്നാന്ന് വെച്ചാ പുള്ളി കാണിച്ചേരാടാ നിന്നെയൊക്കെ. നീ പോണം പ്രകൃതി വിരുദ്ധ. എന്നെ കുറിച്ച് വരുവാന്നല്ലോ.
எல்லாம் சேர்த்து ஒரே நாள்ல வருது ஜோசியர் ഐശ്വര്യം വരാൻ പോകുകയാണ് സാറിന്റെ ദൈവം ശുക്രനാണ് എവിടത്തുകാരനാടാ നീ ഭൂതം ഭാവി പറയും സാർ. അപ്പൊ പിന്നെ വർത്തമാനം ഞാൻ പറയും എല്ലാരും പോലെ ഇരുകാലികളെ കൊണ്ടല്ല നാൽക്കാലിയെ കൊണ്ടാണ് സാറിന് ഐശ്വര്യം. അത് വന്ന് കയറിയ പിന്നെയാ വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം വരുന്നില്ലെങ്കിൽ 2 പൂക്കൾ മനസ്സിൽ വിചാരിക്കൂ. അത് ഏത് നിറമാണെന്നും ഏത് പൂവാണെന്നും കൃത്യമായി ഞാൻ പറയും സാർ. ഒരു പൂ വിചാരിക്കൂ സാർ. ഒന്ന് പോരാ പോയൊന്ന് ഷാജിട്ടാ ഒന്ന് വിചാരിക്കേ പുള്ളിയുടെ ആഗ്രഹം കല്ല ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു. സാർ വിചാരിച്ചത് നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന് ചിഹ്നമായ താമര പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സാഫല്യമായ റോസാപ്പൂവല്ലേ? അല്ല. അല്ലേ? പിന്നെ ഏത് പൂവാണ് സാർ വിചാരിച്ചത്? ആടാ എന്റെ പെട്ടി கதைக்கெல்லாம் வச்சுட்டாரு. அதான் കേരളത്തിൽ ഏത് കാട്ടിലാണോ നീ പൂ പിടിക്കാൻ പോവാൻ പാടില്ല. ഏത് പോവാണ് മനസ്സിൽ വിചാരിച്ചത്? വേണ്ടേ അന്ന് പറഞ്ഞു പോവല്ലേ இங்கதான் அமைதியா இருக்கு. ചേട്ടാ ഞങ്ങൾ ഇവിടുന്ന് ബോംബെ ചെന്ന് ബോംബെയിൽ പോകണ്ടാവോ? എനിക്കാണെങ്കിൽ ബോംബെ ഹിന്ദി പറയണ എന്താണെന്ന് അറിയാൻ മേല. എന്നാലും നമ്മുടെ അബുവിനെ ആരാ കൊണ്ടുപോയത്? ആരായാലും ആള് മാറിപ്പോയതാ അതുറപ്പാ. അവന്റെ കാര്യം പോട്ടെ, അവൻ കിടന്ന് ഒച്ചയ്ക്കുമ്പോ അമ്മാരവനെ വെറുതെ വിടും. പക്ഷെ പിങ്കിനെ എന്തായാലും ചെയ്താ நாளை നമ്മൾ தூங்கும். இப்ப இவங்களெல்லாம் விட்டுட்டாங்க. ஆனா ஊதா பூ சட்டக்கார பாய் மட்டும் தூக்கிட்டு போயிட்டாங்க. ഇടിയും കൊണ്ട് കിടക്കുമ്പോഴാ നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കും. അല്ല ഇപ്പൊ പെമ്പിളാരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പീഡിപ്പിച്ചോണ്ട് ജയിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. സത്യം. അയ്യോ ഞാൻ പീഡിപ്പിക്കില്ല സാർ. അത് റോഹിത് വാട്സാപ്പിൽ തുണ്ടായിക്കുന്ന ഹരിതാ നായരുടെ ആയിരിക്കും 8ാമത്തെ ക്ലിപ്പ്. കൊറേ നാളായി ഒരെണ്ണം കണ്ടിട്ട്. അവളുടെ കണ്ട പോലീസ് പൊക്കോട്ടാ ഷാജിയേട്ടാ. അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? അപ്പോ അവൻ കേക്കൂലേട്ടാ. அவனை பார்த்து கத்தல. എടാ പട്ടികളെ വല്ല അബദ്ധത്തിന് അവന്മാരെ വല്ല എടുത്തിറങ്ങി തിരിച്ചു കൊടുക്കുക കേട്ടോ. അബദ്ധത്തിന് ആരെങ്കിലും പേര് പറയാൻ പാടില്ല സാധനം എടുക്കട്ടാ. അതും ഇത് ഹിന്ദുപരണ്ടി തോന്നുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഇനി വല്ല നീലക്കൊടുവേലിയും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും. മറിയ ഏലം ഫാക്ടറി ഇവിടെ അബു ഊഞ്ഞാലാടന്റെ പുറകിൽ പൂട്ടിക്കിടക്കുന്ന ഏലം ഫാക്ടറി ബോർഡ് കണ്ട. എന്നാലും ഇത്ര സ്ഥലം ഇവിടെ ഉണ്ടിട്ട് അവരെന്തിനാ അവിടെ പോയി കിടന്ന് ഊഞ്ഞാലാടുന്നു? ഇവരെപ്പോഴാ അവിടെ പോയത്? ശരിയാണല്ലോ. ഇവന്റെ ബോധടക്കി പോകുന്നുണ്ടെങ്കിലും കണ്ണിന് കാഴ്ച കൂടുന്നുണ്ട് കേട്ടോ. இப்ப இவன் முதுகு வலிக்கு നീലക്കൊടുവേലി அவருக்கு வேணும்ன்ற அது சரியாയി வரல. ഇതിലേന്ന് കേട്ടോ എല്ലാരും കൂടെ ഓടണം. ഞാനുണ്ട്. எல்லாரும் வரீங்க, நான் வரேன். കുണ്ടോങ്കുരുടെയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോപ്പാ അവന്മാരെ തലയടിച്ച് പൊടിക്കണം. Thank you for watching part 2. Bye bye.